പി ജയരാജന്റെ ആത്മകഥയിൽ അന്വേഷണ റിപ്പോർട്ട് മടക്കി DGP. ഇപിയുടെ മൊഴിയിലും രവി DC-യുടെ മൊഴിയിലും അവ്യക്തത. ആത്മകഥ ചോർന്നത് DC-യിൽ നിന്നെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ആത്മകഥ എന്തിന് ചോർത്തിയത് സംബന്ധിച്ച് റിപ്പോർട്ടിൽ വ്യക്തമല്ല. വീണ്ടും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കോട്ടയം SP-ക്ക് നിർദ്ദേശം നൽകി. ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, ഇപിയുടെ പുസ്തക ആത്മകഥയുടെ വിവാദത്തിൽ റിപ്പോർട്ട് DGP മടക്കി നൽകിയെന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോട്ടയം SP ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് DGP-ക്ക് കൈമാറിയത്. ഈ റിപ്പോർട്ടിൽ വ്യക്തത കുറവ് ഉണ്ടെന്ന് DGP പറയുന്നുണ്ട്. വീണ്ടും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോട്ടയം SP-ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുസ്തകത്തിന്റെ PDF ചോർന്നത് DC ബുക്സിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ DC-യിൽ നിന്ന് തന്നെയാണെന്ന് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ചോർന്നത്, അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിൽ ഈ PDF ഇത്തരത്തിൽ പുറത്തുവിട്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. ആര് ചോർത്തിയതെന്നും എന്തിനാണ് ചോർത്തിയതെന്നും റിപ്പോർട്ടിലില്ല. അതോടൊപ്പം തന്നെ രവി DC-യുടെയും EP ജയരാജന്റെ മൊഴികളിൽ തമ്മിൽ അവ്യക്തത കുറവുണ്ട്. ഈ അവ്യക്തത കുറവ് റിപ്പോർട്ടിനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ വ്യക്തത കുറവാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് മടക്കി നൽകാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് DGP എത്തിച്ചിട്ടുള്ളത്. കൂടുതൽ അന്വേഷണം നടത്തി വ്യക്തതയുണ്ടാക്കി വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ കോട്ടയം SP ഈ EP-യുടെ ആത്മകഥ ചോർന്നതുമായിട്ട്, അല്ലെങ്കിൽ ആത്മകഥ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പരാതി ഉണ്ടായിരുന്നു. അതിലൊരു റിപ്പോർട്ട് നൽകിയത്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ഇത്തരത്തിൽ EP ജയരാജൻ 10 ദിവസങ്ങൾക്ക് മുമ്പ് വരെ സംഭവിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആത്മകഥ പുറത്തിറക്കുന്നുവെന്നും ഈ ആത്മകഥയുടെ PDF ഉൾപ്പെടെ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതും. എന്നാൽ ഈ ആത്മകഥ കൈമാറിയത് EP അല്ല എന്നാണ് ആദ്യഘട്ടത്തിൽ പ്രതികരണങ്ങൾ നടത്തിയത്. പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരത്തിൽ താൻ DC-യുമായി ചേർന്ന ഒരു ആത്മകഥ എഴുതാൻ തയ്യാറായിരുന്നു. പക്ഷെ അതിന്റെ ഡ്രാഫ്റ്റ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അത് തമ്മിലുള്ള കരാറുകൾ ലംഘിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ഈ PDF പുറത്തുവിട്ടു എന്ന് EP പിന്നെ സമ്മതിക്കുകയായിരുന്നു. അപ്പോൾ എന്നിരുന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് EP നൽകിയ പരാതിയിൽ മേലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണ റിപ്പോർട്ടാണ് DGP-ക്ക് കൈമാറിയത്. ഈ റിപ്പോർട്ടിൽ വ്യക്തത കുറവുണ്ട്. ആർക്ക് വേണ്ടി PDF ചോർത്തി, അല്ലെങ്കിൽ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ PDF പുറത്തുവിട്ടത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇത്തരത്തിൽ ഉത്തരങ്ങൾക്ക് വ്യക്തത കുറവുണ്ട്. ആ വ്യക്തത കുറവ് തന്നെയാണ് റിപ്പോർട്ട് തിരികെ കോട്ടയം SP-ക്ക് തന്നെ കൈമാറിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇനി ആദ്യഘട്ടം മുതൽക്ക് തന്നെ EP-യുടെയും രവി DC-യുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ DC-ക്ക് അല്ലാതെ മറ്റേതെങ്കിലും പ്രസാധകർക്ക് ഇത്തരത്തിൽ EP തന്റെ ഈ ആത്മകഥയുടെ ഡ്രാഫ്റ്റ് കൈമാറിയിട്ടുണ്ടോ തുടങ്ങിയ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. എന്തായാലും അന്വേഷണം ഒരിക്കൽ കൂടി നടത്തി സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് ഈ വിഷയത്തിൽ കൈമാറാനാണ് ഇപ്പോൾ DGP കോട്ടയം SP-ക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വിഷ്ണു, ശരി. ടിൻഡു ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്.